ലെബനൻ സർക്കാരുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച ഇസ്രയേൽ. ലെബനൻ സർക്കാരിന്റെ നിരന്തരമായ അഭ്യർത്ഥന കണക്കിലെടുത്താണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ചർച്ച നടക്കുമെങ്കിലും വെടിനിർത്തൽ ഉണ്ടാകില്ല. ഹിസ്ബുള്ള സായുധ സംഘത്തെ നിരായുധീകരിക്കുകയാണ് ചർച്ചയുടെ പ്രധാന അജണ്ട. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ ലെബനൻ സർക്കാരുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ലെബനൻ സർക്കാരിന്റെ അഭ്യർത്ഥനയൊക്കെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിന് തീരുമാനമാകുന്നത്. വലിയ ആശ്വാസത്തിൽ അതിൻ്റെ ആശ്വാസത്തിലേക്ക് ലോകം എത്തിയ ഒരു ഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ ഒരു ലെബനൻ ആക്രമണം വരുന്നത്. ഈ ലെബനനിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഈ കരാറിൽ നിന്ന് അല്ലെങ്കിൽ ആ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുകയും ആക്രമണം നടത്തിയില്ലെങ്കിൽ പോലും അവിടെ ഹോർമുസ് കടലിടുക്ക് ആദ്യം നിയന്ത്രണമൊക്കെ ഇറാൻ നീക്കിയതാണ്. പക്ഷേ ഇറാൻ പിന്നീട് ആ നിയന്ത്രണം പുനഃസ്ഥാപിച്ചു. അത് വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കിയ ഒരു സാഹചര്യം ലോകത്ത് ഉണ്ടായി. കാരണം ഒരു സമാധാനത്തിൻ്റെ ആശ്വാസത്തിലേക്ക് പോവുകയും ഹോർമുസ് കടലിടുക്ക് തുറന്ന് കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രായേലിൻ്റെ ലെബനനിൽ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണത്തിൽ ഏതാണ്ട് 303 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ബുധനാഴ്ച മാത്രം കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വ്യാപക വിമർശനം ഇതിനെതിരെ ഇസ്രായേലിനെതിരെയൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഇസ്രായേൽ ഇതിന് പിന്നാലെയാണ് ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നുള്ള നിലപാട് അറിയിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനും ഈ ലെബനനുമായി നേരിട്ട് ചർച്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഇസ്രായേൽ ഇറാനിലെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. തിരിച്ചും ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത്. ഏതായാലും യുദ്ധം അങ്ങനെ തുടർന്നു പോകുന്നൊരു ഘട്ടത്തിലാണ് ചർച്ചയ്ക്ക് ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ള കാര്യമാണ്. അതാണ് പ്രധാനമായും അവർ ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ ചർച്ചയിൽ ഒരു അജണ്ടയെ നിശ്ചയിച്ചിരിക്കുന്നതും ഈ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് നിരായുധീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഹിസ്ബുള്ള അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും നിരായുധീകരണം എന്ന ഒരു ആവശ്യമാണ് ഈ ചർച്ചയിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ചർച്ച ഉടൻ തന്നെ നടക്കും. ലെബനനുമായുള്ള ഈ പ്രശ്നം കൂടി പരിഹരിച്ചാൽ ഒരുപക്ഷെ ഇറാൻ കുറച്ചുകൂടി അഴയാനുള്ള സാഹചര്യമാണ് കാണുന്നത്. നിലവിൽ ഈ കഴിഞ്ഞ ദിവസം ലെബനനിലുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹോർമുസ് തുറക്കാതെ പ്രതിസന്ധി ലോകത്ത് അത് മാറില്ല. കാരണം പ്രത്യേകിച്ച് എണ്ണക്കപ്പലുകളൊക്കെ കടന്ന് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമുസ് തുറക്കുക എന്നുള്ളത് ഇപ്പോൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ട്രംപ് ആ ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ നേരിട്ട് എത്തുന്ന കാര്യത്തിലേക്കൊക്കെ എത്തിയത്. ഏതായാലും ഈ ലെബനൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഇറാൻ്റെ കാര്യത്തിലും ഒരു പരിഹാരം ഉണ്ടാകും. ഏതായാലും ലെബനനിൽ വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ട കാര്യമാണ്. ശരി, വ്യക്തമാണ്. ലെബനൻ സർക്കാരുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ലെബനൻ സർക്കാരിൻ്റെ നിരന്തരമായ അഭ്യർത്ഥനയൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചർച്ച നടക്കുമെങ്കിലും വെടിനിർത്തൽ ഉണ്ടാകില്ല. ഹിസ്ബുള്ള സായുധ സംഘത്തെ നിരായുധീകരിക്കുകയൊക്കെയാണ് ഈ ഒരു ചർച്ചയുടെ പ്രധാന അജണ്ടയായി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.